ചെവി കിട്ടുതാ വേണ്ട വേണ്ട, നീ കടിച്ചു പറിക്കും. എന്നാ പിന്നെ എന്നെ ഉറക്ക വിളിച്ചു പറയാം. പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ. അല്ല വേണ്ട, ചെവി തരാം. പറഞ്ഞു തൊലക്കടാ. ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ അവരുടെ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ സെക്ഷൽ റിലേഷൻഷിപ്പ് മറ്റുള്ള, അതായത് പഴയ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് കൂടുതലാണ്. 100% ഞാൻ യോജിക്കുന്നു. അപ്പം ഇത് അവരുടെ ഭാവി ജീവിതത്തെ എങ്ങനെ ബാധിക്കും? അത് ഉത്തരം പറ. അത് അന്നൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും മാഗസിനിൽ ഒരു പിക്ചറൊക്കെ കണ്ടിട്ടായിരിക്കും ഒളിച്ചും പാത്തും പിള്ളേര് നോക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് വളരെ അവൈലബിളാ. ഫോണിൽ ഒരു തോണ്ടിയ എല്ലാ സംഭവവും എല്ലാം കിട്ടുന്നുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഈ ലോകത്തിനൊരു പോക്കേ. മൈ ബോഡി മൈ റോൾ എന്നൊരു കൺസെപ്റ്റ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്, എസ്പെഷ്യലി പെൺകുട്ടികളിൽ. അതെപ്പോ ആഴൊക്കെ ഉണ്ട് ആണോ? എന്നാ കണ്ടിന്യൂ. അതിനെ കുറിച്ച് മാമിന് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കൊള്ളൂ. പറഞ്ഞോളൂ. ഞാൻ ഇഷ്ടമുള്ള പോലെ ഇട്ടു, ഞാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചു, എന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള ഒരു ഉമ്മ കൊടുത്തു, ഞാൻ കിടന്നു, ഞാൻ തുണിയില്ലാതെ കിടന്നു, സ്വിമ്മിംഗ് പൂളിൽ കിടന്നു. ഇതെല്ലാം അപ്ലോഡ് ചെയ്തത് കൊണ്ടാണ് അവരും അത് മിസ്യൂസ് ചെയ്യുന്നത്. ഈ നാട് നന്നാവില്ല. സൊസൈറ്റി ഒരു മയർന്നാണ്. വെറും ചില സ്ത്രീകൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ലെഗിൻസ് ഇട്ടു, അല്ലെങ്കിൽ ഞാൻ ഷോർട്ട്സ് ഇട്ടു, ഞാൻ സ്ലീവ്ലെസ് ഇട്ടു, ഞാൻ ബ്രാ മാത്രം ഇട്ടു, നിങ്ങൾക്ക് എന്താ കുഴപ്പം, ആണുങ്ങൾക്ക് എന്താ? കേവലം നരിന്തുപോലൊരു പെണ്ണിന്റെ മുന്നിൽ പതറുകാന്ന് വെച്ചാൽ പുരുഷന്മാരുടെ പറയുന്ന നരമ്പ് രോഗികളാമാര്. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. പുരുഷന് കാഴ്ചയിലൂടെയാണ് സെക്ഷൽ ഫീലിങ്സ് വരുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗം കാണിച്ചുകൊണ്ടിടുമ്പോ അല്ലെങ്കിൽ പൊക്കിൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ അത് ദൈവം അവനെ അങ്ങനെ സൃഷ്ടിച്ചത്. നീ വലിയവനാടാ, വലിയവൻ. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. താങ്ക്സ് പറയടാ. താങ്ക് യു വെരി മച്ച്.